ചേപ്പാട് കാഞ്ഞൂർ ദേവീക്ഷേത്രത്തിലെ കോലം വരവ് ചടങ്ങ് തുടങ്ങി. ഗണപതിയും ഭൈരവനും മറുതയും യക്ഷനും കാലനും പക്ഷിമാടനും ചൂട്ടുകറ്റകളുടെയും താളമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയിൽ ചുവടുവെച്ചെത്തുന്ന ചടങ്ങാണ് നടക്കുന്നത്. ചേപ്പാട് കാഞ്ഞൂർ ദേവീക്ഷേത്രത്തിലെ കോലം വരവ് ഉത്സവം തുടങ്ങി. ഗണപതിയും ഭൈരവനും മറുതയും യക്ഷനും കാലനും പക്ഷിമാടനും ചൂട്ടുകറ്റകളുടെയും താളമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയിൽ ചുവടുവെച്ചെത്തുന്ന ചടങ്ങാണ് കോലം വരവ്. കാഞ്ഞൂരിൽ ഉത്സവത്തിന്റെ 9-10 ദിവസങ്ങളിലാണ് കോലം വരവുള്ളത്. ദ്രാവിഡ സംസ്കാരത്തിന്റെ തിരുശേഷിപ്പുകളായാണ് കോലത്തെ കണക്കാക്കുന്നത്. ഇതിനെ അന്യം നിന്നു പോകാതെ സംരക്ഷിക്കുകയാണ് കാഞ്ഞൂർ ദേശക്കാർ. കോലങ്ങൾ ദേശീയപാതയ്ക്ക് സമീപമുള്ള ദേവീക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങുകളാണ് നടക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ഈ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. പരശുരാമന്റെ വരവോടെ ദ്രാവിഡ കലാരൂപങ്ങൾ നിഷ്കാസിതമാക്കുകയും താന്ത്രിക ആചാരങ്ങൾ ഇടം പിടിക്കുകയും ചെയ്തതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. പൂർണ്ണമായും കൗളാചാരങ്ങൾ ഒഴിവാക്കാൻ കഴിയാതെ വന്ന ക്ഷേത്രങ്ങളിലാണ് കോലം, പടയണി, ഗുരുതി, പൊങ്കാല എന്നിവയൊക്കെ നടത്തി വരുന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത്. ഓതറ, കടമനിട്ട, കോട്ടാങ്ങൽ തുടങ്ങിയ സ്ഥലങ്ങളിലെ കോലങ്ങളുമായി പ്രകടമായ വ്യത്യാസങ്ങൾ കാഞ്ഞൂർ കോലങ്ങൾക്ക് ഉണ്ട്. കാളിപ്രീതിക്കായാണ് കോലം തുള്ളൽ നടത്തുന്നത്. ഗണക സമുദായത്തിൽപ്പെട്ടവർക്കാണ് കോലം എഴുതുന്നതിനും പൂജിക്കുന്നതിനും അവകാശമുള്ളത്. 3 തരം കോലങ്ങളാണ് മധ്യ തിരുവിതാംകൂറിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ ഉള്ളത്. ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് സോപാന സംഗീതാവതരണം, കാവിലടിയന്തിരം, കലശം, കൂട്ടം എഴുന്നള്ളത്ത്, പകൽക്കാഴ്ച വരവ് എന്നിവ നടന്നു. CDNet ന്യൂസ്, ഹരിപ്പാട്.